കല്യാണം കഴിക്കാനോ കുടുംബത്തിനോ പോകുന്നതിന് മുമ്പ് നമ്മൾ അവർക്കൊരു മുന്നൊരുക്കം, തയ്യാറാക്കൽ, ഓറിയന്റേഷൻ, എഡ്യൂക്കേഷൻ, പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അവനവൻ തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അത്തരത്തിലുള്ള സഹിഷ്ണുത, ഇൻടോളറൻസ് സൊസൈറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. കുറച്ച് നമ്മൾ ടോളറൻസ് ഒക്കെ ഉണ്ടായി, ബ്യൂട്ടി ഓഫ് കോംപ്രമൈസ് ഉണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിക്കണം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ശിഥിലമാകുന്ന കുടുംബങ്ങൾ എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണയിൽ MESന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബ തകർച്ചയ്ക്ക് ഹേതുവാകുന്നത് മൂല്യങ്ങളുടെ അഭാവമാണെന്നും പുതിയ തലമുറയ്ക്ക് ആ മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടത് വീട്ടകങ്ങളിൽ നിന്നു തന്നെയാണെന്നും സെമിനാർ വിലയിരുത്തി. കുടുംബ തകർച്ചയ്ക്ക് ഹേതുവാകുന്നത് മൂല്യങ്ങളുടെ അഭാവമാണെന്നും പുതിയ തലമുറയ്ക്ക് ആ മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടത് വീട്ടകങ്ങളിൽ നിന്നു തന്നെയാണെന്നും പെരിന്തൽമണ്ണയിൽ MES സംഘടിപ്പിച്ച ശിഥിലമാകുന്ന കുടുംബങ്ങൾ സെമിനാർ വിലയിരുത്തി. ഹൃദയം തുറന്ന് സംസാരിക്കാനും കേൾക്കാനുമുള്ള വേദികൾ ഉണ്ടാകണമെന്നും അത് കുടുംബങ്ങളിലാണ് വേണ്ടതെന്നും കുടുംബാന്തരീക്ഷം നന്നാവാൻ ഭാര്യ ഭർത്തൃബന്ധം നന്നാവണമെന്നും ചർച്ചയിൽ സംസാരിച്ച മുൻ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ് അഭിപ്രായപ്പെട്ടു. മക്കൾ രക്ഷിതാക്കളെ മാതൃകയാക്കുന്നിടത്ത് ആ വളർച്ചയെത്തണം. പരസ്പര വിശ്വാസത്തിന്റെ പാലങ്ങൾ പണിയാൻ ദമ്പതികൾക്കാകണമെന്നും അവർ പറഞ്ഞു. ഒരു ദിവസം 10-12 റിയൽ കേസസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഒരുപാട് വിവാഹമോചനങ്ങൾ വരുന്നു. അവരോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ വിവാഹത്തിലെത്തിയത്? അയ്യോ മാഡം, ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. ആലോചിച്ച് നോക്കൂ, ഈ ലാസ്റ്റ് 1 മന്ത് എൻ്റെ മുന്നിൽ വന്ന എല്ലാ ഡൈവോഴ്സ് കേസും ഫേസ്ബുക്കിലൂടെയുള്ള ബന്ധങ്ങളാണ്. അവർ കുറച്ച് ആനന്ദം പ്രേമിക്കുന്ന സമയത്ത് കണ്ടെത്തി, വിവാഹത്തോടു കൂടി രണ്ടുപേരുടെ യഥാർത്ഥ മുഖങ്ങൾ പുറത്തു വന്നു. അതിലൂടെ അവർ തന്നെ ജീവിതം വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തുക. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? എവറി ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും ആരംഭം ഗൃഹാന്തരീക്ഷമായിരിക്കണം. പക്ഷെ ഇന്ന് ഗൃഹങ്ങളൊക്കെ എന്താ? നമ്മുടെ തലമുറകൾ എന്താണ് കണ്ടു വളരുന്നത്? അവർക്ക് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയുന്നില്ല, അവർ കാണുന്നില്ല. അവർക്ക് മുത്തശ്ശിമാരെയും ബഹുമാനിക്കാൻ അറിയാതെ പോകുന്നു. ദിസ് ഇസ് എ പോസിറ്റീവ് ഗ്രോത്ത് ഓഫ് ദ സൊസൈറ്റി. മറ്റു കോടതികളിലൊക്കെ കേസുകൾ കുറയുന്നു. കുടുംബ കോടതികളിൽ ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ്, ഞാൻ 3 ദിവസം മുമ്പ് ഫയൽ ചെയ്തൊരു ഡൈവോഴ്സ് OPയുടെ നമ്പർ എത്ര? ഒരു ജില്ലയിലെ ഒരു കോടതിയിൽ ഫയൽ ചെയ്തത് 1300 സംതിങ്. ആലോചിക്ക്, നമ്പർ എടുക്കുമ്പോൾ നമുക്ക് കാണും. ദിസ് ഇസ് എ പോസിറ്റീവ് ഗ്രോത്ത് ഓഫ് ദ സൊസൈറ്റി? നോ, ഒരിക്കലുമല്ല. നമുക്ക് ആദ്യം ഒരു മാറ്റം വരണം. കുടുംബ കോടതികളിലെ കേസുകൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റില്ല, സ്ലോ ഡൗൺ ആക്കി കൊണ്ടുവരണം. നല്ലൊരു കുടുംബാന്തരീക്ഷത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണം. സ്നേഹം, സഹാനുഭൂതി, കാരുണ്യം മനുഷ്യ ഹൃദയങ്ങളിൽ ഇഞ്ചക്ട് ചെയ്യണം. നമുക്കിപ്പോൾ സിറിഞ്ചോട് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമായിരുന്നു. അത് സാധിക്കില്ലല്ലോ. മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് അവനവൻ തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അത്തരത്തിലുള്ള സഹിഷ്ണുത, ഇൻടോളറൻസ് സൊസൈറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. കുറച്ച് നമ്മൾ ടോളറൻസ് ഒക്കെ ഉണ്ടായി, ബ്യൂട്ടി ഓഫ് കോംപ്രമൈസ് ഉണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിക്കണം. പുതിയ തലമുറയ്ക്ക് ലഭിക്കാതെ പോകുന്നത് പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ആണെന്നും അതിന് വ്യവസ്ഥാപിതമായ സംവിധാനം എല്ലാ സമുദായങ്ങളിലും ഉണ്ടാകണമെന്നും ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ പറഞ്ഞു. കുടുംബം, സമൂഹം, ഭാവി എന്നിവയിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ദമ്പതികൾക്ക് ധാരണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ കുട്ടികൾക്ക് കല്യാണം കഴിക്കാനോ കുടുംബത്തിനോ പോകുന്നതിന് മുമ്പ് നമ്മൾ അവർക്കൊരു മുന്നൊരുക്കം, തയ്യാറാക്കൽ, ഓറിയന്റേഷൻ, എഡ്യൂക്കേഷൻ, പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏതുപോലെ നല്ലൊരു MBA സ്കൂൾ അല്ലെങ്കിൽ നല്ലൊരു MBA കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യ 2 ദിവസം ഒന്നും പഠിപ്പിക്കില്ല. പകരം എന്നെ പോലെ വെളിയിൽ നിന്ന് വരുന്നവർ വന്ന് ക്ലാസ് എടുത്ത് ഒരു ഓറിയന്റേഷനാണ്, ഞങ്ങളുടെ കോർപ്പറേറ്റ് ഭാഷയിൽ ഇതിനെ ഇൻഡക്ഷൻ എന്ന് വിളിക്കും, ഓറിയന്റേഷൻ വിളിക്കും, പരിചയപ്പെടുത്തൽ, മുന്നൊരുക്കം, എന്താണ് പഠനം, എന്തിനാണ് പഠനം, എങ്ങനെയാണ് അതിന്റെ ഒരു ഓവർവ്യൂ തുടങ്ങിയ ഓറിയന്റേഷൻ ആണ് നല്ല B സ്കൂൾസിലും PG സ്കൂൾസിലും MESന്റെ അടക്കമുള്ള പല കോളേജിലും ഒരു വിഷയം കൊടുക്കാറുണ്ട്. 2 വർഷം പഠിക്കാൻ പോകുന്ന സ്ഥാപനമായ കോളേജിലേക്ക് പോകാൻ 10 മണിക്കൂർ ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ 50 വർഷം താമസിക്കാൻ പോകുന്ന സ്ഥാപനമായ കുടുംബത്തിലേക്ക് പോകാൻ നമുക്ക് 10 മിനിറ്റെങ്കിലും ഓറിയന്റേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.
അവിടെയാണ് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യം ചില വിഷയങ്ങളിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങി പോകുന്നുള്ളതാണ്. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ മോഡറേറ്റർ ആയിരുന്നു. MES പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്ക് കമ്മിറ്റികൾ ചേർന്നാണ് MES ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമ്മർ കുരിക്കൽ, ജില്ലാ ട്രഷറർ KMT ഉണ്ണീൻകുട്ടി, MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി, സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, ഡോക്ടർ ഹമീദ് ഫസൽ, മുഹമ്മദ് ഷമീർ, അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.